ഏടുകൾ മറിയുമ്പോൾ തുടരുന്നു നമ്മുടെ യാത്ര തുടരുന്നു. ജൂൺ 19 വായനാ ദിനം. നമ്മുടെ കുട്ടികളിൽ വായനാശീലവും പുസ്തകങ്ങളോടുള്ള സ്നേഹവും വളർത്തിയെടുക്കുവാൻ സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മനോഹരമായ പരിപാടിയിൽ പങ്കാളിയാകുവാൻ സാധിച്ചതിൽ ഞാനും വളരെയധികം സന്തോഷിക്കുന്നു. അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പ്രിയ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ നേരുന്നു. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ടു പിന്നെയും എന്ന അതിമനോഹരമായ കവിതയാണ്. സുഗതകുമാരി ടീച്ചറിനെ കുറിച്ച് നമ്മളിൽ ആർക്കും വലിയ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലല്ലോ. പ്രകൃതിയെയും മനുഷ്യനെയും ഒരേപോലെ സ്നേഹിച്ച, വേദനിക്കുന്നവർക്ക് തണലായിട്ട് നിന്ന വലിയൊരു കവയിത്രിയായിരുന്നു അവർ. ടീച്ചറുടെ കവിതകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക അനുഭവം തോന്നാറുണ്ടല്ലേ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷേ. ഒരു പാട്ടു പിന്നെയും എന്ന് തുടങ്ങുന്ന വരികളിലൂടെ വളരെ മനോഹരവും സങ്കടകരവുമായ ചിത്രമാണ് കവയിത്രി നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. എഴുതുന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്ന് തന്റെ ഒടിഞ്ഞ ചിറകിന്റെ വേദന മറന്ന് വീണ്ടും പാടാൻ ശ്രമിക്കുന്ന ഒരു കാട്ടുപക്ഷിയാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം. പക്ഷി വെറുമൊരു പക്ഷിയല്ല, മറിച്ച് ഏകാന്തതയും വാർദ്ധക്യവും തളർത്തിയ മനുഷ്യ ജീവിതത്തിന്റെ പ്രതീകമാണ്. കൂട്ടിനിടയോ മറ്റു കിളികളോ ഇല്ല. താൻ പോറ്റി വളർത്തിയ മക്കൾ പോലും തന്നെ തനിച്ചാക്കി കൊത്തിപ്പിരിഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും ആ പക്ഷി നിരാശപ്പെടുന്നില്ല. തനിക്ക് ചുറ്റുമുള്ള മരത്തെയും കല്ലുകളെയും മണ്ണിനെയും വഴിമരച്ചൊട്ടിലെ പുല്ലിനെയും പുഴയെയും എല്ലാം തന്റെ പാട്ട് കേൾക്കുവാൻ കൂടെയുണ്ട് എന്ന് പക്ഷി ആശ്വസിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കി തന്റെ ചിറകിന്റെ നോവും മറന്ന് ഇനി ഒരിക്കൽ പറക്കാൻ കഴിയില്ല എന്ന വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വീണ്ടും പാടാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പോലും ഉള്ളിൽ ഒരു പ്രത്യാശയും ആഹ്ലാദത്തിന്റെ തേനും കാത്തു സൂക്ഷിക്കുന്ന ഒരു മനസ്സിനെയാണ് കവയിത്രി നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത്. കവിത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുവാൻ കാരണം ഇത് കേവലം ഒരു കവിതയല്ല, മറിച്ച് ഏത് വലിയ തകർച്ചയിലും ഒറ്റപ്പെടലിലും നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ട പ്രത്യാശയുടെ കവിതയാണ് എന്നതാണ്. നഷ്ടങ്ങളെ ഓർത്ത് കരയാതെ നമ്മുടെ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി അവിടെ നിന്നും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതാണ് നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ലളിതമായ വാക്കിൽ ജീവിതത്തിന്റെ വലിയൊരു തത്വശാസ്ത്രമാണ് ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നത്. സ്കൂൾ ജീവിതത്തെ ആദ്യമായി LP വിഭാഗത്തിൽ ഞാൻ പദ്യം ചൊല്ലിയ കവിതയായിരുന്നു ഈ ഒരു പാട്ട് പിന്നെയും എന്നുള്ളത്. അന്നു മുതൽക്കേ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു ഈ കവിതയോടും പിന്നീട് സുഗതകുമാരി ടീച്ചറിനോടും. പ്രിയപ്പെട്ട കുട്ടികളെ, വായന നമ്മുടെ വളർച്ചയെയും അറിവിനെയും വളർത്തിയെടുക്കും അല്ലേ. ഇന്നത്തെ ഈ സ്മാർട്ട് ഫോണുകളുടെ കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകങ്ങളെയും നെഞ്ചോട് ചേർക്കുക. കുട്ടികളിൽ നല്ല പുസ്തകങ്ങളും കവിതകളും ഒക്കെ വായിക്കുവാനുള്ള താല്പര്യം അവരിൽ വളർത്തിയെടുക്കുവാൻ ഇത്തരത്തിലുള്ള കവിതകളും മറ്റു ഗ്രന്ഥങ്ങളും നമുക്ക് സഹായിക്കും. കുട്ടികളിൽ പ്രകൃതിയെയും സഹജീവികളോടുമുള്ള സ്നേഹം വളർത്തിയെടുക്കുവാൻ വായനകൾ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.